വെൽക്കം ടു PSC Q&A. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സംസ്ഥാനങ്ങൾ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാഹചര്യം, ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കും. അത് ആർട്ടിക്കിൾ 356 പ്രകാരമാണ്. രണ്ടാമത്, കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയോ വിസമ്മതിക്കുകയോ ചെയ്താൽ അനുച്ഛേദം 365 പ്രകാരം. മൂന്നാമത്, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്താൽ നിലവിലുള്ള മന്ത്രിസഭ ന്യൂനപക്ഷമാവുകയും പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ പ്രസ്തുത സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉള്ളതായി കരുതി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്നതാണ്. ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 356 ഉപയോഗിച്ച് സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അത് ഏത് വർഷത്തിലാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രപതി ഭരണം ആദ്യമായി ഏർപ്പെടുത്തിയത് എന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. താങ്ക്